ഒടുവിൽ ഈ സെക്രട്ടറി എവിടെ പോയെന്ന് സീനിയർ സൂപ്രണ്ടിന് അറിയില്ല. അസിസ്റ്റൻറ്റ് സെക്രട്ടറി തന്നെ വന്നത് താമസിച്ചാണ്. സെക്രട്ടറി എവിടെ പോയി എന്ന് അസിസ്റ്റൻറ്റ് സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ കണ്ടതാണ്. അപ്പോൾ മിനിസ്റ്റർ ആ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും ഇരുന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാവുക. മിനിസ്റ്റർ പറയുന്നത് പോലെ അത്ര സുഖകരമായിട്ടല്ല നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ പലരും പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം വലിയ പ്രതികരണമാണ് നമുക്ക് ലഭിച്ചത്. പ്രേക്ഷക പ്രതികരണങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഈ റിപ്പോർട്ടർ ചാനൽ ഈ ഒരു എഫേർട്ട് എടുത്തിട്ട് ഇതിനെ നല്ല രീതിയിൽ പുറത്തു കൊണ്ടുവന്ന് ഇങ്ങനെ പബ്ലിക്ലി എന്താ നടക്കുന്നുണ്ട് എന്ന് അറിയിച്ചതിന് വളരെ താങ്ക്സ്. ഇത് ഒരു സാധാരണക്കാരെന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത്. ഞാനൊക്കെ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും റിപ്പോർട്ടർ ചാനൽ ഇതിങ്ങനെ കൊണ്ടുപോകുന്നതിനകത്ത് ഒരുപാട് എൻ്റെ വ്യക്തിപരമായ രീതിയിൽ എനിക്ക് ഒരുപാട് അതിനകത്ത് നല്ലൊരു അഭിപ്രായം തോന്നുന്നു. എന്താണെങ്കിലും നമ്മുടെ ആ ന്യൂസ് വളരെ ചർച്ചാ വിഷയമായിട്ടുണ്ട് നാട്ടിലെല്ലാം. കാരണം ഇന്നിപ്പം തന്നെ ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ എപ്പം പണി വരുമെന്നറിയില്ല, അതുകൊണ്ട് നാളെ തൊട്ട് രാവിലെ ജോലിക്ക് ഹാജരാണോ എന്നിപ്പം ഇങ്ങനെ അവിടെ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ കുറച്ച് ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടാനിടയായിട്ട്. ഇങ്ങനെ തന്നെ വരണം. ഓരോ കാര്യങ്ങളിങ്ങനെ റിപ്പോർട്ടർ ചാനൽ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. നല്ലതായിരിക്കും. പൊതുജനങ്ങൾക്ക് ഇത് ഒരുപാട് ഗുണം ചെയ്യുന്നതായിരിക്കും. റിപ്പോർട്ടർ ചാനലിൻ്റെ അടുത്ത് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു വിജിലൻസ്, പിന്നെ ഓരോരോ കാര്യങ്ങളും ഇതേമാതിരി ഞങ്ങൾക്ക് ഇൻഫോം ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക്സ് പറയുന്നുണ്ട്. പിന്നെ കോൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു വെരി മച്ച്. അതായത് എല്ലാ ഓഫീസർമാരും കൃത്യസമയത്ത് ഓഫീസിലെത്തി ഇരിക്കണം എന്നുള്ളതല്ല നമ്മുടെ നിലപാട്. ഫീൽഡിൽ വർക്ക് ചെയ്യേണ്ടവർ ഫീൽഡിൽ വർക്ക് ചെയ്യണം, പക്ഷേ അതിന് മൂവ്മെൻറ്റ് രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കണം. ആ മൂവ്മെൻറ്റ് രജിസ്റ്റർ സ്വാഭാവികമായും പലയിടത്തും അന്വേഷിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്ന കാര്യം നമുക്ക് മനസ്സിലായി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കൺമുമ്പിൽ ക്യാമറയ്ക്കുള്ളിൽ വന്ന് പെട്ടവരുണ്ട്, സാധാരണക്കാരായ മനുഷ്യരുണ്ട്. സുലോചന അമ്മയെ പോലെയുള്ളവർ നിരവധി നാളുകളായി കയറിയിറങ്ങുന്ന മനുഷ്യരുണ്ട്. വാതിൽപ്പടിയിൽ എത്തിയിട്ടുണ്ട് സേവനങ്ങൾ പലതും, പക്ഷേ അല്ലാത്ത ചില സേവനങ്ങൾ കൂടി കൊടുക്കണം. മരം മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് 6 മാസമായിട്ടൊരു വൃദ്ധ നടക്കുമ്പോൾ അതിനെതിരെ ഒരു നടപടിയും എടുക്കാത്ത ഈ പഞ്ചായത്ത് അധികൃതരെക്കുറിച്ച് നമുക്ക് എന്താ പറയുക? പക്ഷേ റിപ്പോർട്ടർ ഇന്നലെ എത്തി 4.5 മണിക്കൂർ കൊണ്ട് എല്ലാ തടസ്സങ്ങളും മാറി. സുലോചന അമ്മയുടെ വീടിൻ്റെ പുറത്തോട്ട് ചാഞ്ഞു കിടന്നിരുന്ന പോലീസുകാരൻ്റെ പറമ്പിൽ നിൽക്കുന്ന മരം, അത് പോലീസുകാരൻ ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് KSEBക്കാർ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ഒടുവിൽ ആ പഞ്ചായത്ത് നമ്മളുടെ ക്യാമറ കണ്ണിൽ ഇടപെട്ടുകൊണ്ടാണ് അത് നീക്കിയത്. പക്ഷേ അതിന് റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം അവിടെ വരേണ്ടി വന്നു. അപ്പോൾ നിരാലംബരായ മനുഷ്യരൊക്കെ ഇത്തരം ഓഫീസുകളിൽ കയറിയിറങ്ങിയാൽ അവരോട് അല്പം കരുണയൊക്കെ കാണിക്കണം എന്നുള്ളതാണ് ഗാന്ധി പറഞ്ഞത് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ മുൻപിലെത്തുന്ന ഓരോ മനുഷ്യനും അവരുടെ ജീവിതവുമായിട്ടെത്തുമ്പോൾ അവരുടെ സേവകനാണ് തങ്ങൾ എന്നതാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ബോധ്യം എന്നുള്ളത്.